റഷ്യൻ പ്രസിഡന്റ് പുടിൻ നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയാണ് ഡിസംബറിൽ. വളരെ ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ എന്തെല്ലാം കരാറുകൾ ഉൾപ്പെടും, ഏതൊക്കെ കരാറുകളിലാണ് നമ്മൾ ഒപ്പുവയ്ക്കാൻ പോകുന്നത്. പുടിൻ്റെ കാര്യങ്ങൾ വളരെ എന്താ പറയുക, രസകരമാണ്. അതേസമയം തന്നെ സാഹുതം വീക്ഷിക്കേണ്ടതുമാണ്. വളരെയധികം സംസാരിക്കുന്ന ഒരു പ്രകൃതമൊന്നുമല്ല, പക്ഷെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മച്ചാനെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രിയുടേതുപോലെ തന്നെ പ്രവർത്തിച്ചു കാണിക്കുക മാത്രമേ ഉള്ളൂ. ഈ പുടിൻ്റെ സന്ദർശനം ഇവിടെ വരാനിരിക്കെ പുതിയൊരു വിവാദവുമായിട്ട് കോൺഗ്രസ് വന്നു. അതെന്താണ്? റഷ്യ പാകിസ്ഥാന് ഒരു എൻജിൻ നൽകാൻ പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു എൻജിനുമായിട്ടുള്ള കരാർ പണ്ട് മുതലേ തന്നെ ഇവർക്ക് നൽകി വന്നിരുന്നതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് അതിലൊരു പുനഃപരിശോധനയൊക്കെ വരുന്നുണ്ട് എന്നുള്ള വിഷയവും കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി. നമ്മുടെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇന്ത്യ മാപ്പ് പറയണം, ഇന്ത്യക്ക് ഇതിൽ എന്ത് ഉത്തരമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ ഭരണകൂടത്തിനുമൊക്കെ നൽകാനുള്ളത് എന്ന ചോദ്യമൊക്കെ അഴിച്ചുവിട്ട് വലിയ രീതിയിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കി. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടികളാണ്. ആ ഉടമ്പടിയിൽ നമ്മളൊരു സൗഹൃദ രാജ്യമായി, ഏറ്റവും അടുത്ത രാജ്യമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പണ്ട് മുതലേ ഉള്ള ഒരു ഉടമ്പടി പ്രകാരം റഷ്യയും ചൈനയും പാകിസ്ഥാനും ചേർന്നുള്ള ഒരു ഉടമ്പടിയുടെ പുറത്താണ് ഈ ഒരു എൻജിൻ നൽകുന്നത്. അത് ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പൊട്ടിമുളച്ചു വന്നിട്ടുള്ള ഉടമ്പടിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. എന്നാൽ പിന്നെ ഇവർക്ക്, റഷ്യക്ക് ആരും അറിയാതെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലും അറിയാതെ റഷ്യ പാകിസ്ഥാൻ ഒരു എൻജിൻ കൊടുത്തേക്കാം. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് മോദിയെ ചതിക്കാൻ തോന്നുന്നു എന്ന് പുടിന് തോന്നുമോ? ഒരിക്കലുമില്ലല്ലോ. അങ്ങനെയല്ല നയതന്ത്ര കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത്തരത്തിൽ നയതന്ത്ര കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ആ ആളുകളുള്ള ഒരു പാർട്ടിയിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള എതിർ ശബ്ദം വന്നത്. ഇവർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കി അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ നിലനിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു എൻജിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഇനി അതിൽ അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ റഷ്യ ഇനി അത് നൽകുന്നില്ല എന്നുള്ള വാർത്തകളുമൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ഉടമ്പടിയേ ഇല്ല എന്നുള്ള കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ ഒരു കാര്യം മാത്രമാണോ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? അല്ല, അതിനും അപ്പുറമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പുടിൻ വരുമ്പോഴേക്കും നമ്മൾക്ക് കിട്ടാനുള്ള S-400 ഉണ്ട്. ആ S-400 നമുക്ക് കിട്ടണം. അതിൻ്റെ കാലാവധിയൊക്കെ ആകുന്നു. അപ്പോൾ ബാക്കിയുള്ള S-400 കൂടി കിട്ടണം. മാത്രമല്ല S-500 അതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ അവിടെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾക്ക് വേണം. അത് നമ്മൾ അതിനെക്കുറിച്ചും ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ധാരണാപത്രങ്ങളാണ് ഒപ്പിടാൻ പോകുന്നത്. പ്രതിരോധ രംഗത്തും മറ്റു രംഗങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ധാരണാപത്രങ്ങൾ ഒപ്പിടും. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി വരുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉടമ്പടിയാകാനുള്ള സാധ്യതയുണ്ട്. എന്താണത്? അത് നമ്മൾ റഷ്യയുമായി ചേർന്നുകൊണ്ട് യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യാത്രാ വിമാനങ്ങൾ നിലവിൽ ഈ ഒരു രംഗത്ത് ഫ്രാൻസും അമേരിക്കയും റഷ്യയുമാണ് ഇത്രയും കാലമായിട്ട് ഈ യാത്രാ വിമാനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ആ നിർമ്മിക്കുന്ന ഇടത്തേക്കാണ് റഷ്യയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം നമുക്ക് നേട്ടമാണ്? ആ എൻജിനുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ വിമാനങ്ങളുടെ എൻജിനാണല്ലോ അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളും, അതായത് അതിൻ്റെയൊക്കെ സോഴ്സ് കോഡ് റഷ്യ തരുമ്പോൾ അങ്ങനെയാണ്. റഷ്യ ഇപ്പോൾ നമുക്ക് തരുമ്പോൾ എന്ത് തന്നാലും അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് തരുന്നത്. അപ്പോൾ ആ സോഴ്സ് കോഡ് ഉൾപ്പെടെ തരുമ്പോൾ നമുക്കത് നേട്ടമല്ലേ? ഇതിനെക്കുറിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചിരുന്നോ? ഇല്ല, അത് സംസാരിക്കില്ല. കാരണം അത് നമുക്ക് നേട്ടമാണ്. അതിൽ ഒരു വിവാദം ഉണ്ടാക്കിയത് BJPക്കെതിരെ ഒരു വിവാദം ഉണ്ടാക്കി എടുക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതുകൊണ്ട് അതിനെ തമസ്കരിച്ച് വെച്ചുകൊണ്ട് ഇപ്പുറത്ത് പാകിസ്ഥാന് റഷ്യ ജെറ്റ് എൻജിൻ നൽകുന്നുണ്ട്. അത് വലിയ സംഭവമാണ്, ഇന്ത്യയെ ചതിച്ചു റഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
പല കാര്യങ്ങൾ. എടാ ഉവ്വേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റഷ്യക്ക് താല്പര്യമില്ലാത്ത എത്രയോ രാജ്യങ്ങളുമായിട്ട് നമുക്ക് സഹകരണം ഉണ്ടാകും. അത് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ സഹകരണവും നമ്മുടെ വ്യാപാരവും അവിടെ നിർത്തുമോ? അതില്ല. മറിച്ച് അത്രത്തോളം ബന്ധമുണ്ട്. അങ്ങനെ ഒരു നിലപാട് വരികയാണെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ അവിടെ ഒരു സ്റ്റോപ്പ് ഇടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കാതെ വന്നുകൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെളിവാരി എറിയുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒന്നും കിട്ടാനില്ല, പറയാനോ ചെയ്യാനോ ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പപ്പുമോനാണെങ്കിലും വന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയും വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ കാണിച്ച് കുറച്ചൊരു ഷോയൊക്കെ കാണിച്ചുകൊണ്ട് മൂപ്പരുടെ പാട്ടിന് മലേഷ്യയിലോ സിംഗപ്പൂരോ പട്ടായയിലോ ഒക്കെ പോകും. പക്ഷേ ഇവിടുത്തെ ഇത് വിശ്വസിച്ച് ഇറങ്ങുന്ന കുറച്ച് ജനമുണ്ട്, ഇവരുടെ അനുഭാവികളുണ്ട്. ഇതിനെതിരെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ആക്ഷേപവും ഒക്കെ നിരന്തരം ഉന്നയിച്ച് ഇവിടെ ചർച്ചയിൽ ഈ വിഷയം അന്തരീക്ഷത്തിൽ നിലനിർത്തുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്കുള്ള മര്യാദ പോലും കൊടുക്കാതെയാണ് ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇത് അഴിച്ചുവിട്ടുകൊണ്ട്, ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതിനൊന്നും മറുപടി കൊടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം സിവിൽ ഏവിയേഷനിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇരു രാജ്യങ്ങളും സൈനിക വിമാനങ്ങളുടെ സഹകരണത്തിനായിട്ടുമൊക്കെ നമ്മൾ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ നമ്മൾ വിമാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ആരായിരിക്കും ആ വിമാനം നിർമ്മിക്കുന്നതിന് മുന്നോട്ട് വരുന്നത്? അതായത് ഏതാണ്ട് നമ്മൾ 100 സീറ്റുകളുള്ള സുഖോയ് സൂപ്പർ ജെറ്റ്, റീജിയണൽ ജെറ്റ്, പിന്നെ 50 മുതൽ 80 സീറ്റുള്ള റീജിയണൽ എയർക്രാഫ്റ്റുമാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഒരുപക്ഷെ ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ പാർട്ട്ണറായിട്ട് വരുന്നത് അവരായിരിക്കും. അതായത് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫറും മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലോക്കൽ പ്രൊഡക്ഷൻ ഓഫ് ദ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ബീയിങ് കീ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട വിഷയങ്ങൾ ഇത്തരത്തിലുള്ളതല്ലേ? നമ്മൾ കൃത്യമായ ഒരു പ്രതിപക്ഷമായിട്ട് ഒരു ഭരണകൂടത്തോട് ചെയ്യേണ്ട കടമയുണ്ട്. അത് വിമർശിക്കുക എന്നുള്ളത്. വിമർശിക്കേണ്ട വിഷയങ്ങൾ വിമർശിക്കണം. എന്തിനേയും നമ്മൾ എന്താ പറയുക, എന്ത് കണ്ടാലും ഞാൻ വിമർശിക്കും, കാരണം ഞാൻ പ്രതിപക്ഷമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെയൊക്കെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് ഇത്രയും വർഷമായിട്ട് 3 ടേമായിട്ട് ഭരണമില്ലാത്ത ഒരു പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ശോകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ ആ ശോകമൂകമായ അവസ്ഥയെ ഏറ്റവും മികച്ച പ്രതിപക്ഷമാക്കി മാറ്റാനും ഇവർക്ക് കഴിയും. അതാണ് കൃത്യമായ പഠനങ്ങളോട് കൂടിയ എവിടെയെല്ലാം നമുക്ക് ഒരു വീഴ്ച വന്നിട്ടുണ്ട്, വെറുതെ ഒരു വീഴ്ച എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ട് കാണിച്ചിട്ട് പറയുകയല്ല, മറിച്ച് നമുക്ക് വികസനം വരുത്തേണ്ട അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ചില വസ്തുതകളുണ്ട്, അതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ജയിക്കാൻ വേണ്ടി ബംഗ്ലാദേശികളുടെ വോട്ട് വാങ്ങുകയും ബംഗ്ലാദേശികളെ നമ്മൾ നാട് കടത്തുകയും ചെയ്യുമ്പോൾ അതിനുവേണ്ടി ചർച്ച ചെയ്യുന്നതോ മറ്റുള്ളതോ ഒന്നുമല്ല ഈ ഒരു വികസന പ്രക്രിയയിൽ വേണ്ട പ്രതിപക്ഷത്തിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഇവർ പറയുന്ന ഒരു കാര്യം, ഇനി ഈ പറയുന്നതിലേക്ക് ഒരു വിമാനത്തിന് പാകിസ്ഥാൻ്റെ ഒരു കാര്യം പറയാം. പാകിസ്ഥാൻ അവരുടെ JF-17 എന്ന് പറയുന്ന വിമാനത്തിന് കരുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് റഷ്യ അവരുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വിമാന എൻജിൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത. അതാണ് ഇവർ ഏറ്റവും അധികം ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ലോകത്ത് വിമാന എൻജിൻ നിർമ്മിക്കാൻ ശേഷിയുള്ള അപൂർവം ചില രാജ്യങ്ങളുണ്ട്. നമ്മുടെ തേജസ്സിന് വേണ്ടിയിട്ട് ആരാണ് എൻജിൻ നിർമ്മിക്കുന്നത്? അത് അമേരിക്കയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക മികവിലേക്കൊക്കെ, അതൊക്കെ നിർമ്മിക്കാനുള്ള സാങ്കേതിക മികവിലേക്കൊക്കെ ഇന്ത്യ വരുന്നതേ ഉള്ളൂ. ഈ 70 വർഷം കൊണ്ട് ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു, നമുക്ക് ഫുൾഫിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ഒരു 3 ടേം കൊണ്ട് ഇത്രത്തോളം പുരോഗതി കൈവരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിലാണ് ഇതിന് പിന്നിൽ എന്ന് വേണം മനസ്സിലാകാൻ. എന്തായാലും ഈ ഒരു സംഭവത്തെയാണ് ഇവർ പൊളിറ്റിക്കലി വലിയ ചെളിവാരി എറിയുന്നതിന് കാര്യമായിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്.
പക്ഷേ റഷ്യ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവമേ ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഡിസംബറിൽ ഞങ്ങളുടെ പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇന്ത്യ റഷ്യ സമ്മിറ്റ് നടക്കാൻ പോകുന്നു. ഇതിനിടയിൽ മറ്റൊരു തരത്തിലുമുള്ള ഇടപാടുകളിലേക്കും പോയി ഞങ്ങൾ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല Su-57 സുഖോയ് വിമാനങ്ങളൊക്കെ 2 സ്ക്വാഡ്രൺ നമ്മളിപ്പോൾ ഉടനെ തന്നെ വാങ്ങുമെന്നുള്ള വാർത്തകൾ ഇതിനിടയിൽ വരുന്നുണ്ട്. F-35 നമുക്ക് ട്രംപ് തരാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഇത് ലാൻഡ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് നമുക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്നത് പോലെ നമ്മൾ പറയും ഈ F-67 ആയിക്കോട്ടെ, സുഖോയ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, ഇതെല്ലാം വാങ്ങുമ്പോൾ ഇതിപ്പോൾ ഭയങ്കര പൈസയാണ് ഇതിനൊക്കെ ആകുന്നത് എന്നാണ് പറയുന്നത്. ഇത് പൈസയാകുന്നത് എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ F-35 നമ്മൾ വാങ്ങി. F-35 വാങ്ങിയിട്ട് അമേരിക്കയുടെ ഒരു രീതി അനുസരിച്ച് നമ്മളൊരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടോ മറ്റോ എന്തെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് വരികയാണ്. F-35 എന്ന് പറയുന്ന വിമാനം പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക അവിടെ ഇരുന്ന ഒരു കില്ലർ സ്വിച്ച് ഉണ്ട്, അതങ്ങ് ഓഫ് ചെയ്യുക. നമ്മുടെ വിമാനം അന്തരീക്ഷത്തിൽ വെറുതെ ഉയർന്നു നിൽക്കുക മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ സംഭവങ്ങളും അമേരിക്കയുടെ കയ്യിലാണ്. അല്ലെങ്കിൽ അമേരിക്ക പറയുകയാണ് കാര്യമൊക്കെ ശരി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി, നിങ്ങൾ ചിക്കിളിയൊക്കെ തന്നിട്ട് തന്നെയാണ് വാങ്ങിയത്, പക്ഷേ പാകിസ്ഥാനെതിരെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ആപ്പീസ് പൂട്ടി. അപ്പോൾ പിന്നെ ഇത് വാങ്ങിയിട്ട് എന്തിനാ കണ്ടുകൊണ്ടിരിക്കാനാണോ? ഒരു യുദ്ധമോ ഒരു ഇത്തരത്തിലുള്ളൊരു വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്നത്, അല്ലാതെ എല്ലാ ദിവസവും കണ്ട് പൂജിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം വാങ്ങുമ്പോൾ, റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ 10 രൂപ അധികം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് നമുക്ക് തരുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം വാങ്ങുമ്പോൾ, ഒരു പേന വാങ്ങുമ്പോൾ ഒരു 10 രൂപ വാങ്ങും, നമ്മളത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, നമ്മളിത് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കണം, ഇതിൻ്റെ ടെക്നോളജി നമുക്ക് വേണം. ഈ ടെക്നോളജി ഉൾപ്പെടെ ഇവർ നമുക്ക് തരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടെക്നോളജിയോടുകൂടി ആ പ്രോഡക്റ്റ് തരുന്നയാൾക്ക് നമ്മൾ കുറച്ചധികം പൈസ നൽകേണ്ടി വരും. പിന്നീട് ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇത് വികസിപ്പിക്കുന്നത് നമ്മളായിരിക്കും. അപ്പോൾ അതല്ലേ ലാഭം. 10 രൂപ അന്നേരം കൂടിയാലും ഈ ഒരു ടെക്നോളജി നമ്മുടെ കൈക്കൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതൊന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തുള്ള സകല തുക്കട പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇത് മനഃപൂർവ്വം പറയാഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ ഈ പറയുന്ന എന്താ പറയുക തട്ടിപ്പ് പ്രചാരണങ്ങളൊന്നും നടക്കില്ല. എന്തായാലും ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ റഷ്യയുമായി ചേർന്ന് വലിയൊരു പാസഞ്ചർ വിമാന കരാർ കൂടി ഒപ്പിടാൻ പോകുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് നമ്മുടെ നാളേക്കുള്ള മറ്റൊരു നല്ല വാഗ്ദാനമായിട്ട് തന്നെ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.